നീതിസൂര്യനായി രോഗോപശാന്തിയോടുകൂടെ തൻ്റെ ജനത്തിന് വേണ്ടി ഉദിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഉള്ള സ്നേഹ അഭിവാദനങ്ങളെ എല്ലാവർക്കും ആദരവോടെ അറിയിക്കുന്നു. കുറ്റം കൂടാതെ നമ്മെ തൻ്റെ സന്നിധിയിൽ നിർത്തുവാൻ, വീഴാതെ വണ്ണം നമ്മെ സൂക്ഷിപ്പാൻ ശക്തിയുള്ള പിതാവായ ദൈവത്തിന് ഇന്ന് സന്ധ്യയിലും മഹത്വവും പുകഴ്ചയും ഉണ്ടാകുമാറാകട്ടെ. നാം ഒരുമിച്ച് വെളിപ്പാട് പുസ്തകത്തിന്റെ അവസാന അധ്യായങ്ങളിലൂടെ യാത്ര ചെയ്യുകയാണല്ലോ. നിത്യത എന്നതാണ് നാം അവിടെ കാണുന്നത്. സമയത്തിന്റെ അവസാനം, ഏറ്റവും ഒടുക്കത്തെ ശത്രുവായി മരണവും മരിക്കുന്നത്, മരണത്തെയും പാതാളത്തെയും തീപ്പൊയ്കയിൽ തള്ളിയിടുന്നത് നാം കണ്ടു. അതിനുശേഷം ഇന്ന് കാണുന്ന ഈ ലോകം, ഇതിൻ്റെ മുഴുവൻ വ്യവസ്ഥിതികൾ, സമയം അഥവാ കാലം, മരണം ഉൾപ്പെടെയുള്ള സകല ശത്രുക്കളെയും നീക്കിക്കളഞ്ഞിട്ട് പുതുവാന ഭൂമികളുടെ സൃഷ്ടിയും പുതിയ യെരുശലേമിന്റെ അവരോഹണവും, ഡിസെൻഡിങ് ഓർ ഇറക്ഷൻ ഒക്കെയാണ് നാം ഈ 2 അധ്യായങ്ങളിലായിട്ട് കാണുന്നത്. ഇന്നലെ വരത്തെ നമ്മുടെ വിഷയങ്ങളിൽ എന്തെങ്കിലും വിശദീകരണങ്ങൾ ആവശ്യമായിട്ടുണ്ടെങ്കിൽ ചോദിച്ചാട്ടെ. ഒന്നുമില്ല. നമ്മൾ ഇന്നലെ ഏറ്റവും ഒടുവിൽ നോക്കിക്കൊണ്ടിരുന്നത് നിത്യജീവൻ എന്ന വിഷയമായിരുന്നു. നിത്യജീവൻ. There was a contrast, ഒരു വൈപരീത്യം നമ്മൾ കണ്ടു. മരണവും നിത്യജീവനും, ഡെത്ത് ആൻഡ് ഇറ്റേണൽ ലൈഫ്, ദ പാരഡോക്സ്. റോമർ 6 അധ്യായം 23 വാക്യമായിരുന്നു നമ്മൾ ചിന്തിച്ചത്. പാരഡോക്സസ്, കോൺട്രാസ്റ്റ്, ഡെത്ത് ആൻഡ് ഇറ്റേണൽ ലൈഫ്. Another paradox is there, wages and free gift. സ്തോത്രം. അപ്പം ഒരിടത്ത് മരണം, മറ്റൊരിടത്ത് നിത്യജീവൻ. മരണം സമ്പാദിക്കുന്നതാണ്, ഏൺ ചെയ്യുന്നതാ, ശമ്പളമാണ് അവിടെ. അതേസമയം നിത്യജീവൻ ദാനമാണ്, കൃപയാൽ ലഭിക്കുന്ന ദാനമാണ്. സ്തോത്രം. അപ്പോൾ നിത്യജീവൻ നമ്മളെ വെളിപ്പാട് 21, 22 അധ്യായങ്ങളിൽ നിന്ന് നിത്യതയെക്കുറിച്ച് പഠിക്കുമ്പോൾ നിത്യതയുടെ 2 മാനങ്ങളാണ് നമ്മൾ കണ്ടത്. 2 measures of eternity. One related with God and the other one with man, especially saints. So now we are dealing with eternity of man, or in relation with man, human beings.
മനുഷ്യരോടുള്ള ബന്ധത്തിൽ നിത്യതയെക്കുറിച്ചാണ് നമ്മൾ ഏറ്റവും ഒടുവിൽ ഇന്നലെ ചിന്തിച്ചത്. അതിൽ നാം കണ്ടു നിത്യജീവൻ. അത് ദൈവത്തിൻ്റെ നിത്യതയിൽ നിന്നും വ്യത്യസ്തമാണ്. എന്നാൽ ദൈവത്തിൻ്റെ ജീവൻ തന്നെയാണ് നിത്യജീവൻ. കാരണം ദൈവം മാത്രമേ സനാതനനായിട്ടുള്ളൂ. Only God is eternal, and therefore we have seen that eternal life is the very life of God. When we say we have eternal life, that means we partake in the very life of God. God shares his life with us. സ്തോത്രം. ദൈവം തൻ്റെ ജീവൻ നാമുമായി പങ്കുവയ്ക്കുന്നു എന്നാണ് നാം കാണുന്നത്. അപ്പോൾ ദൈവത്തിൻ്റെ ജീവനിലുള്ള പങ്കാളിത്വത്തിൻ്റെ പേരാണ് നിത്യജീവൻ. നിത്യജീവൻ, നിത്യജീവൻ, സമൃദ്ധിയായ ജീവൻ, മരണമില്ലാത്ത ജീവൻ എന്നൊക്കെ നമുക്ക് തിരുവെഴുത്തിൽ നിന്ന് കാണാൻ പറ്റും. ഇറ്റേണൽ ലൈഫ് ഓർ ലൈഫ് ഇറ്റേണൽ. ഓർ എബണ്ടന്റ് ലൈഫ്, സമൃദ്ധമായ ജീവൻ, സമൃദ്ധമായ ജീവൻ. ഇതെല്ലാം ദൈവത്തിൻ്റെ തന്നെ ജീവനാണ്. അതിൽ നമുക്ക് ലഭിക്കുന്ന സഹവർത്തിത്വമാണ്. അതെങ്ങനെ നമുക്ക് ലഭിക്കുന്നു? അതും നാം നേടുന്നതല്ല, നാം എന്തെങ്കിലും കൊണ്ട് സമ്പാദിക്കുന്നതല്ല. അതും ദൈവത്തിൻ്റെ സൗജന്യ ദാനമാണ്. ദൈവത്തിൻ്റെ സൗജന്യദാനം. അത് നമ്മൾ കണ്ടു. ഈ നിത്യജീവന്റെ രണ്ട് തലങ്ങൾ. Again, two dimensions of eternal life. The last literal fulfillment is still awaiting. But the second dimension is we can still enjoy and experience it. നിത്യജീവന്റെ രണ്ട് മാനങ്ങളെക്കുറിച്ചും നമ്മൾ ഇന്നലെ പറഞ്ഞു വിട്ടു. അക്ഷരീയമായി നിത്യജീവൻ നാം പ്രാപിക്കുന്നത് ഭാവിയിലായിരിക്കും. അതിൻ്റെ പൂർണ്ണതയിൽ നിത്യജീവൻ നമുക്ക് ലഭിക്കുന്നത് നിത്യതയിലാണ്. ഇപ്പോഴല്ല, ഭാവിയിലാണ്. ഭാവികാല നിത്യതയിൽ, അല്ലെങ്കിൽ സഭയുടെ എടുക്കപ്പെടലിന് ശേഷം, ഉൽപ്രാവണത്തിന് ശേഷമായിരിക്കും. പക്ഷേ നമുക്കിപ്പോൾ തന്നെ അത് അനുഭവിക്കുവാൻ സാധിക്കും. അതാണ് നിത്യജീവന്റെ വിശേഷത. സ്തോത്രം. ഇപ്പോൾ തന്നെ നമുക്ക് അത് അനുഭവിക്കുവാൻ കഴിയും. We can taste it even now. സ്തോത്രം. ഈ ജഡത്തിൽ വസിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ നിത്യജീവൻ അനുഭവിക്കുവാനായിട്ട് സാധിക്കും, ആസ്വദിക്കുവാനായിട്ട് കഴിയും. 2-3 വാക്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താം. ധാരാളമുണ്ടെങ്കിലും അത്രയും മതിയാകും നമുക്ക്. അതിൽ ഏറ്റവും ഒന്നാമത്തേത് ബൈബിളിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യമാണ്. താക്കോൽ വാക്യം, ബൈബിളിൻ്റെ താക്കോൽ വാക്യം നമുക്കെല്ലാവർക്കും, കൊച്ചു കുട്ടികൾക്ക് വരെ മനഃപ്പാഠമായിട്ടുള്ളതാ. അറിയാമല്ലോ. തന്റെ ഏകജാതനായ പുത്രനെ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം അവനെ നൽകുവാൻ തക്കവണ്ണം ലോകത്തെ സ്നേഹിച്ചു. സ്തോത്രം. ജോൺ 3:16, യോഹന്നാൻ 3:16 നമുക്കേവർക്കും മനഃപ്പാഠമാണ്. ആ വാക്യത്തിൽ തന്നെ നമ്മൾ കാണുന്നു,
കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ പ്രാപിക്കുന്നു എന്ന്. സ്തോത്രം. നിത്യജീവൻ പ്രാപിക്കുന്നു. നാം വളരെ വ്യക്തതയോടെ ആ കാര്യം കാണുന്നു. സ്തോത്രം. അപ്പം 17 മുതലൊക്കെയുള്ള വാക്യങ്ങളിലും നാം കാണുന്നുണ്ട് കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവന് ന്യായവിധി ഇല്ല എന്നുള്ളത്. ഇനി നമുക്ക് 5-ാം അധ്യായത്തിലേക്ക് പോകാം. യോഹന്നാൻ തന്നെ 5-ാം അധ്യായം, ജോൺ ചാപ്റ്റർ 5, 5-ാമത്തെ അധ്യായം. അതിൻ്റെ 26-ാമത്തെ വാക്യം ഒന്ന് വായിക്കാം. പിതാവിന് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ 24 ആദ്യം വായിച്ചാട്ടെ. 24. ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിൽ ആകാതെ മരണത്തിൽ നിന്ന് ജീവങ്കലേക്ക് കടന്നിരിക്കുന്നു. കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നവന് നിത്യജീവൻ ഉണ്ട്. Everyone who believes in Jesus has eternal life. Jesus himself says he has passed over into life. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവർ കടന്നു, ജീവനിലേക്ക് കടന്നു. സ്തോത്രം. ഒന്ന് യോഹന്നാൻ 13:14. First John chapter 3 verses 13 and 14. നാം മരണം വിട്ട് ജീവനിൽ കടന്നിരിക്കുന്നു എന്ന് സഹോദരന്മാരെ സ്നേഹിക്കുന്നതിനാൽ നമുക്കറിയാം. സ്തോത്രം. Again we have entered into life. മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. സ്തോത്രം. ഇവിടങ്ങളിലെല്ലാം നമ്മൾ കാണുന്നത് നിത്യജീവൻ എന്ന് പറയുന്നത് ഭാവിയിൽ എപ്പോഴോ ലഭിക്കുവാൻ പോകുന്ന ഏതാണ്ടൊരു സാധനമല്ല, മറിച്ച് ഇപ്പോൾ നമ്മുടെ ശാരീരിക ഭൗമിക ജീവകാലത്ത് തന്നെ അനുഭവിക്കുവാൻ കഴിയുന്ന ഒരു യാഥാർത്ഥ്യമാണ്. Eternal life is not a fiction. We are simply waiting to reveal in the future. But it is a present reality. It's a present reality. First John 5:13 also. 1 യോഹന്നാൻ 5:13 കൂടെ. ദൈവപുത്രന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന നിങ്ങൾക്ക് ഞാൻ ഇത് എഴുതിയിരിക്കുന്നത് നിങ്ങൾക്ക് നിത്യജീവൻ ഉണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് തന്നെ. നിത്യജീവനുണ്ട്. സ്തോത്രം. യഥാർത്ഥമായും രക്ഷിക്കപ്പെട്ട ഒരാൾ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. നിത്യജീവൻ നമുക്ക് ഉണ്ട്. നാം നിത്യജീവൻ പ്രാപിച്ചു. സ്തോത്രം. അതുകൊണ്ട് കർത്താവുമായി ബന്ധത്തിൽ ഏർപ്പെടുന്ന നിമിഷം മുതൽ തന്നെ ദൈവത്തിൻ്റെ ഈ ജീവൻ നമ്മിലേക്ക് അനുസ്യൂതം പ്രവഹിക്കുകയാണ്, നിർഗളിക്കുകയാണ്. സ്തോത്രം. From the very moment we are reconciled with God
through Christ, through his crucifixion, God's life begins to flow into us. God's life flows to us. നമ്മുടെ മുമ്പിലത്തെ അവസ്ഥ നമുക്കറിയാമല്ലോ. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളും വായിച്ചിരുന്നു. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിന്റെ 18-ാമത്തെ വാക്യത്തിൽ നിന്ന്. Ephesians 4:18, our pre-Christian status. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്ന് മനം തഴമ്പിച്ചു പോയി. ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകന്നവരായിരുന്നു നാം. The entire humanity is God alienated from the life of God. That's why Paul says in Ephesians 2:1 and 5, we were dead in trespasses and sins. എഫേസ്യർ 4:18 അപ്പോസ്തലൻ പറഞ്ഞത് നാം ദൈവത്തിന്റെ, ജാതികളെ കുറിച്ചാണ് പറയുന്നത്, നമ്മളും പണ്ട് ജാതികളായിരുന്നു. അപ്പൊ ക്രിസ്തുവിനെ കൂടാതെ നമ്മൾ കഴിഞ്ഞപ്പോഴത്തെ അവസ്ഥയാണ്. നമ്മൾ എങ്ങനെയായിരുന്നു? ദൈവത്തിന്റെ ജീവനിൽ നിന്നും അകന്നവരായിരുന്നു. Got alienated from the life of God. Had no connection with God. The very moment human beings got separated because of sin, man became dead. Dead in trespasses and sins. Dead in trespasses and sins. മനുഷ്യൻ പാപം ചെയ്ത അതേ നിമിഷത്തിൽ തന്നെ ജീവന്റെ, നിത്യജീവന്റെ, സമൃദ്ധമായ ജീവന്റെ ദാതാവായ ഉറവിടമായ ദൈവത്തിൽ നിന്നും അകന്ന് മനുഷ്യൻ അതിക്രമങ്ങളിലും പാപങ്ങളിലും മരിച്ചു പോയിരുന്നു. സ്തോത്രം. എന്നാൽ ഏലിയനേറ്റഡ് ആയിരുന്ന, അകന്നു കഴിഞ്ഞിരുന്ന നമ്മെ യേശുക്രിസ്തുവിൽ കൂടെ എന്ത് ചെയ്തു? സ്തോത്രം. ക്രിസ്തുവിന്റെ രക്തത്താൽ സമീപസ്ഥരാക്കി ഒന്നാക്കി. അടുത്ത് വരുമാറാക്കുക മാത്രമല്ല ചെയ്തത്. 2-ാം അധ്യായത്തിന്റെ 13 മുതൽക്കുള്ള വാക്യങ്ങളിൽ എഫേസ്യ ലേഖനത്തിൽ തന്നെ ആ കാര്യം നാം കാണുന്നു. 2 കൊരിന്ത്യർ 5:18 നമ്മൾ കാണുന്നു. സ്തോത്രം. 2 Corinthians 5:18, Ephesians chapter 2 verses from 13. In all these references we see we are made one with God through Christ, through his atonement on the cross. കർത്താവായ യേശു ക്രിസ്തുവിന്റെ പ്രായശ്ചിത്ത യാഗമായ ക്രൂശിലൂടെ ദൈവത്തോടടുക്കുന്ന ഏവരുടെയും ഇടയിൽ നിന്ന് ശത്രുത്വം യേശു ഇടിച്ചു കളയുന്നു. സ്തോത്രം. There was very severe enmity between God and man. പരിശുദ്ധനായ ദൈവത്തിനും പാപിയായ മനുഷ്യനും ഇടയിൽ മഹാശത്രുത്വവും വെറുപ്പും വിദ്വേഷവും നിലനിന്നിരുന്നു. ആ പാപം നിമിത്തം ദൈവത്തിൽ നിന്ന് മനുഷ്യൻ അകന്നുപോയിരുന്നു. ആ ശത്രുത്വം നമുക്കിടയിൽ ഉണ്ടായിരുന്നു. എന്നാൽ യേശു തന്റെ ക്രൂശിൽ ആ ശത്രുത്വത്തെ നീക്കി. പിതാവായ ദൈവവും നാമും ഒന്നായി തീരേണ്ടതിന് നമ്മെ
ദൈവത്തോട് നിരപ്പിച്ചു. സ്തോത്രം. അങ്ങനെ നിരന്നപ്പോൾ എന്ത് സംഭവിച്ചു? Uninterruptedly, that abundant life begins to flow into us. അങ്ങനെ പിതാവായ ദൈവം യേശുക്രിസ്തുവിന്റെ ക്രൂശിലൂടെ നമ്മെ തന്നോട് നിരപ്പിച്ചപ്പോൾ, സ്തോത്രം, ദൈവത്തോട് നാം ഒന്നായി തീർന്നപ്പോൾ, സ്തോത്രം, ദൈവത്തിന്റെ സമൃദ്ധമായ ജീവൻ നമ്മിലേക്ക് ഒഴുകാൻ തുടങ്ങി. അതുകൊണ്ടാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് ആങ്ങി തൂങ്ങി നിരാശപ്പെട്ട് ഇങ്ങനെ കഴിയുന്ന ഒരു ജീവിതമല്ല. ക്രിസ്തീയ ജീവിതം വളരെ ആനന്ദകരമാണ്, ആഹ്ലാദകരമാണ്, ആസ്വാദ്യകരമാണ്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? ഈ ഭൂമിയിൽ വെച്ച് തന്നെ അങ്ങനെ നിത്യജീവൻ നാം പ്രാപിച്ചെങ്കിൽ ഈ ഭൂമിയിലും നമ്മൾ എവിടുത്തെ പോലെ ജീവിക്കും? സ്തോത്രം. അതിനകത്ത് നിരാശയുണ്ടോ? ഭയമുണ്ടോ? അതിൻ്റെ കൂടെ ചേർക്കാവുന്നൊക്കെ ചേർത്തു? ഒന്നുമില്ലല്ലോ. സ്തോത്രം. അപ്പോൾ നമ്മൾ കണ്ടു, ഇപ്പോൾ തന്നെ നമുക്ക് ആ നിത്യജീവൻ അനുഭവിക്കുവാൻ കഴിയും. സ്തോത്രം. അതനുഭവിച്ചാൽ നമ്മൾ നിരാശപ്പെട്ട് തൂങ്ങിപ്പിടച്ച് ഒന്നിരിക്കില്ല. സ്തോത്രം. നമ്മളൊക്കെ കാണുന്നതല്ലേ, നമ്മുടെ വീട്ടിൽ നട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഒരു ഫ്ലവർ പോട്ടിനകത്ത്, ഒരു കലത്തിനകത്ത്, ചട്ടിക്കകത്ത് വച്ചിരിക്കുന്നതോ ആകട്ടെ ചില ചെടികൾ, വെള്ളം കിട്ടാതെ വരുമ്പോൾ ഇതിങ്ങനെ അരിഞ്ഞ് വാടിക്കിടക്കും. അതേസമയം കുറച്ച് വെള്ളം അതിനെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്താൽ നമ്മൾ നോക്കി നിൽക്കുമ്പോൾ തന്നെ അതിൻ്റെ ആ വാട്ടമൊക്കെ മാറി ഇലയൊക്കെ നല്ല ആരോഗ്യമുള്ളതായിട്ട് വരുന്നത് കാണാം. സ്തോത്രം. അങ്ങനെയാണെങ്കിൽ ദൈവവുമായി ബന്ധമുള്ള നമ്മുടെ അകത്തും നമ്മുടെ ജീവിതത്തിലും എന്തുണ്ടാവണം? ജീവന്റെ പ്രസരിപ്പുണ്ടാകണം. സ്തോത്രം. Praise God. So Christian life is not a drowsy life. It's very active, joyful. No disappointments. Whatever happens, a true Christian will enjoy the eternal life in the present time. ഒരു യഥാർത്ഥ ക്രിസ്തു ശിഷ്യൻ ജീവിതത്തിൽ എന്തൊക്കെ ഭവിച്ചാലും, സ്തോത്രം, അവൻ നിത്യജീവൻ, അതിൻ്റെ സുഖം, അതിൻ്റെ നിറവ്, അതിൻ്റെ പ്രസരിപ്പ് ഈ ലോക ജീവിതത്തിൽ വെച്ച് തന്നെ അനുഭവിക്കുന്നവനാകും. ഇന്ന് നാം അത് അനുഭവിക്കുന്നുണ്ടോ? സ്തോത്രം. ഇന്ന് നമുക്ക് ആ സന്തോഷമുണ്ടോ? നിത്യജീവന്റെ ആ തുടിപ്പ് നമ്മിലുണ്ടോ? സ്തോത്രം. ആ ജീവൻ നമ്മിൽ വേണം.
So we can experience this life now itself. Then we will be joyful despite the circumstances. Whatever be the circumstances, physical, financial, social, family related, health related, income related, whatever be the issues. But a true Christian who is now joined with God will experience the fullness of this life even today. സ്തോത്രം. നമ്മുടെ ജീവിതത്തിന്റെ ഏത് നിരാശയുടെയും കഷ്ടതകളുടെയും ഒറ്റപ്പെടുത്തലുകളുടെയും നിന്ദകളുടെയും ഒക്കെ നടുവിലും സ്തോത്രം, നാം ദൈവത്തോട് നിരപ്പ് പ്രാപിച്ചവരാണെങ്കിൽ ആ ദൈവത്തിന്റെ ജീവന്റെ സമൃദ്ധി നമ്മിലേക്ക് ഒഴുകി എല്ലായ്പ്പോഴും സന്തോഷ സമൃദ്ധിയിൽ നമ്മളായിരിക്കും. സ്തോത്രം. സന്തോഷ സമൃദ്ധിയിൽ. ഇതുവരെയും നമുക്കത് അനുഭവിപ്പാൻ, ക്രിസ്തുവിൽ വിശ്വസിച്ചിട്ടും അത് അനുഭവിപ്പാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ, സ്തോത്രം, നിത്യജീവന്റെ അനുഭവത്തിനായി നമ്മളെ തന്നെ കർത്താവിന്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ചു കൊടുക്കാം. സ്തോത്രം. ഇത്രയും വ്യക്തമാണോ? എന്തെങ്കിലും ചോദ്യങ്ങളുണ്ടോ? എനി ക്വസ്റ്റ്യൻസ്? ചോദിക്കാൻ പ്രയാസമാണെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാലും മതി. നോ പ്രോബ്ലം. സ്തോത്രം. ശരി, ചോദ്യങ്ങൾ. യഥാർത്ഥമായിട്ട് ആ തുടിപ്പുള്ള എത്ര പേര് കാണും പാസ്റ്ററെ? എന്തോ? യഥാർത്ഥമായിട്ട് നിത്യജീവന്റെ തുടിപ്പുള്ള എത്ര പേര് കാണുമെന്ന്? തീർച്ചയായിട്ടും ഉണ്ട്. എണ്ണം ഒരുപക്ഷെ കുറവായിരിക്കാം, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. ഏലിയാവ് ദൈവത്തോട് ചോദിച്ചതുപോലെ, ഞാൻ ഒരുത്തൻ മാത്രം ശേഷിച്ചിരിക്കുന്നു, ബാക്കി എല്ലാവരെയും ഈസബേൽ കൊന്നു. അപ്പൊ ദൈവം പറയാ, ഇല്ല മോനെ, നീ മാത്രമല്ല, ബാലിന്റെ മുമ്പിൽ മടങ്ങാത്ത മുട്ടും അവനെ ചുംബിക്കാത്ത അധരങ്ങളുമുള്ളവരായി 7000 പേരെ ഞാൻ എനിക്ക് വേണ്ടി ശേഷിപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ സന്തോഷത്തിന്റെ സമൃദ്ധി അനുഭവിക്കുന്ന ധാരാളം വിശുദ്ധന്മാരുണ്ട്. ഓരോ പ്രാദേശിക സഭ എടുത്താൽ ചിലപ്പോൾ ഒന്നോ ഒരു മുറി ആൾക്കാരെ കാണത്തുള്ളൂ എന്നുള്ളത് ശരിയാ. പക്ഷെ ധാരാളം പേരുണ്ട്. പൗലോസ് സ്വയം പറയുന്നത് പോലെ, കാരാഗ്രഹത്തിൽ കിടക്കുമ്പോഴും ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, റിജോയ്സ് ഇൻ ദ ലോർഡ്, കർത്താവിൽ സന്തോഷിപ്പീൻ എന്ന. സ്തോത്രം. കർത്താവിൽ സന്തോഷിപ്പീൻ. ആ സന്തോഷ പരിപൂർണത നമുക്ക് അനുഭവിപ്പാൻ കഴിയണം. അങ്ങനെയുള്ളവര് മൈനോറിറ്റിയാണ്, ശരിയാ. ബട്ട് ലെറ്റ്സ് ബി ഇൻക്ലൂഡഡ് ഇൻ ദാറ്റ് മൈനോറിറ്റി. ആ ന്യൂനപക്ഷത്തിൽ നമുക്കും കൂടെ അംഗങ്ങളായി തീരാം. സ്തോത്രം. നമ്മള് മക്കതോന്യ സഭകളെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഗിരിപ്രഭാഷണം പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത്, while we were learning from Sermon on the Mount, we have given special attention to Macedonian churches. ഓർമ്മ കാണുമല്ലോ? 2 Corinthians chapter 8. അവർക്ക് ലഭിച്ച ദൈവകൃപ. 1-ാം വാക്യം വായിച്ചു.
വേഴ്സ് നമ്പർ സഹോദരന്മാരെ, മക്കതോന്യ സഭകൾക്ക് ലഭിച്ച ദൈവകൃപ ഞങ്ങൾ നിങ്ങളോട് അറിയിക്കുന്നു. കഷ്ടത എന്ന കഠിന ശോധനയിലായിരുന്നിട്ടും അവരുടെ സന്തോഷ സമൃദ്ധിയും മഹാദാരിദ്ര്യവും ധാരാളം ഔദാര്യം കാണിപ്പാൻ കാരണമായി തീർന്നു. കണ്ടോ? സ്തോത്രം. അവർക്കൊരു ദൈവകൃപ ലഭിച്ചു. എന്തൊക്കെയാ അതുകൊണ്ട് ചെയ്തത്? അവരുടെ എന്തോ സമൃദ്ധിയാ? സന്തോഷ സമൃദ്ധി. സന്തോഷ സമൃദ്ധി. പിന്നെ ഔദാര്യം. എപ്പോഴാ? അവരുടെ സ്ഥിതി എന്തായിരുന്നു? എക്സ്ട്രീം പോവർട്ടി. എക്സ്ട്രീം പോവർട്ടി. പോവർട്ടി, മഹാദാരിദ്ര്യത്തിലായിരുന്നു. അതുപോലെ സിവിയർ കഷ്ടത ടെസ്റ്റ്. എന്ന കഠിന കഠിന ശോധനയിൽ. സ്തോത്രം. ഈ രണ്ട് സിറ്റുവേഷനിൽ, ഇങ്ങനെയുള്ള രണ്ട് സാഹചര്യങ്ങളിലായിരുന്നു മക്കെദോന്യ സഭകളിൽ സന്തോഷ സമൃദ്ധി കണ്ടതും പിന്നെ ഔദാര്യം കാണിച്ചതും. സ്തോത്രം. ഈ ഒരു അനുഭവം നമുക്കും ഉണ്ടാകണം. ഇല്ലാതെ വെറുതെ നമ്മൾ പോയിരുന്ന പാട്ടുമൊക്കെ പാടിയിട്ട് പോരുന്നിട്ട് കാര്യമില്ല. സ്തോത്രം. മറ്റെന്തെങ്കിലും? ഒന്നുമില്ലല്ലോ. അപ്പോൾ നിത്യജീവൻ ദൈവത്തിൻ്റെ ദാനമാണ്. എന്നാൽ പാപത്തിൻ്റെ ശമ്പളമായിട്ട് മരണം ലഭിക്കുന്നു. അപ്പോൾ നിത്യജീവനെ സംബന്ധിച്ചാണ് നാം നിത്യതയിലെ നിത്യജീവനെ സംബന്ധിച്ച് നാം ഈ വെളിപ്പാട് പുസ്തകം അവസാന അധ്യായങ്ങളിൽ കാണുന്നത്. സ്തോത്രം. ഒരിക്കൽ കൂടെ വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം, 21 verse 1, once again please. ഞാൻ പുതിയ ആകാശവും പുതിയ ഭൂമിയും കണ്ടു. ഒന്നാമത്തെ ആകാശവും ഒന്നാമത്തെ ഭൂമിയും ഒഴിഞ്ഞുപോയി. സമുദ്രം ഇനി ഇല്ല. പുതിയ ജെറുസലം എന്ന വിശുദ്ധ നഗരം ഭർത്താവിനായി അലങ്കരിച്ചിട്ടുള്ള മണവാട്ടിയെ പോലെ ഒരുങ്ങി സ്വർഗത്തിൽ നിന്നും ദൈവസന്നിധിയിൽ നിന്ന് തന്നെ ഇറങ്ങുന്നത് ഞാൻ കണ്ടു. 5 വരെയുള്ളത് വായിച്ചോളൂ. സിംഹാസനത്തിൽ നിന്നും ഒരു മഹാശബ്ദം പറയുന്നതായി ഞാൻ കേട്ടത്, ഇതാ മനുഷ്യരുടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോടുകൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോടുകൂടെ ഇരിക്കും. അവൻ അവരുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ എല്ലാം തുടച്ചു കളയും. ഇനി മരണം ഉണ്ടാവുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഇനി ഉണ്ടാവുകയില്ല. ഒന്നാമത്തേത് കഴിഞ്ഞുപോയി. സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ, ഇതാ ഞാൻ സകലതും പുതിയതാക്കുന്നു എന്ന് അരുളി ചെയ്തു. എഴുതുക, ഈ വചനം വിശ്വാസയോഗ്യവും സത്യവും ആകുന്നു എന്ന് അവൻ കൽപ്പിച്ചു. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്ന പല ആശയങ്ങളുണ്ട്. അതിൽ ഓരോന്നിനെ നമുക്ക് എടുത്ത് ചിന്തിക്കാം. അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ അവസാനിക്കാത്ത യുഗങ്ങൾ ദൈവത്തോടു കൂടെ വസിക്കേണ്ട സമയമാണ് ഈ നിത്യത. ആ നിത്യതയുടെ വെളിച്ചത്തിൽ ഇന്ന് നമ്മൾ ആയിരിക്കുന്നത്, നമ്മുടെ ആയുസ് വെറും ഒരു പൊടി പോലെ മാത്രം. നിങ്ങൾ ഒരുപക്ഷെ വായിച്ചു കാണുമായിരിക്കും, പഞ്ചാബിൽ 117 വയസ്സായിരുന്നു തോന്നുന്നു.
അതോ 114? വെറ്ററൻ മാരത്തൺ ഓട്ടക്കാർ, ലോകത്തിലെ തന്നെ ഏറ്റവും ഒന്നാം നമ്പറായിരുന്ന പ്രായം കൂടിയ 100 വയസ്സിന് മുകളിലുള്ള മാരത്തൺ ഓട്ടക്കാരിൽ പ്രമുഖൻ. കഴിഞ്ഞ ദിവസം പഞ്ചാബിയാണ് അദ്ദേഹം, സർദാർജിയ, വാഹനാപകടത്തിൽ മരിച്ചു. 114 117 വയസ്സുണ്ടായിരുന്നു അദ്ദേഹം. 85 വയസ്സ് കഴിഞ്ഞിടയ്ക്ക് അദ്ദേഹം ഓട്ടം തുടങ്ങിയത്. പക്ഷേ ഈ 117 അല്ല, ഇനിയിപ്പം 150 ആയിക്കോട്ടെ, ഇനിയല്ല മെഥൂശലഹിന്റെയോ ഒക്കെ കൂട്ട് 900 ചില്ലുവാനും വയസ്സ് ആയിക്കൊള്ളട്ടെ, അതുപോലും നിത്യതയുമായി തട്ടിച്ചു നോക്കുമ്പോൾ ഒരു ചെറിയ പൊട്ടു മാത്ര. പക്ഷേ അത്രയധികം അവസാനിക്കാത്ത യുഗങ്ങളെ കുറിച്ച്, ആ കാലത്തെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് എഴുതി തന്നിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ ബൈബിളിനകത്ത്. പറഞ്ഞ കാര്യം മനസ്സിലായോ? The future eternity wherein we will be is an unending time. It's not time, but sorry, we have to use that word. That is an unending duration. But the Bible speaks very little about it. അവസാനിക്കാത്ത യുഗായുഗങ്ങൾ ദൈവത്തോട് കൂടെ വസിക്കേണ്ട ഒന്നാണ് നിത്യത എന്ന് പറയുന്നത്. പക്ഷേ ആ നിത്യതയെക്കുറിച്ച് വേദപുസ്തകത്തിൽ ഒരു അല്പ പരാമർശമേ ഉള്ളൂ, ഒരല്പ പരാമർശം. കാര്യം എന്താ? എങ്കിൽ വായിക്കാം. യോഹന്നാൻ 3-ാമത്തെ അധ്യായം 12-ാമത്തെ വാക്യം. Why eternity is so short described in the Bible? John 3:12. ഭൂമിയിലുള്ളത് നിങ്ങളോട് പറഞ്ഞിട്ട് നിങ്ങൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ സ്വർഗത്തിലുള്ളത് നിങ്ങളോട് പറഞ്ഞാൽ എങ്ങനെ ഭൂമിയിലുള്ളത് പറഞ്ഞിട്ട് നമുക്ക് വിശ്വസിക്കാൻ ഗ്രഹിക്കാനും സാധിക്കുന്നില്ല. പിന്നെ നിത്യതയെക്കുറിച്ച് ഇതാണ് അതിന് കാരണം. ഇപ്പോഴുള്ളതിനെ കുറിച്ച് പറഞ്ഞാൽ പോലും നമുക്ക് കാര്യങ്ങളെ ഗ്രഹിക്കാൻ സാധിക്കുന്നില്ല, വിശ്വസിക്കാൻ പറ്റുന്നില്ല. അപ്പോ പിന്നെ സ്വർഗത്തിലെ കാര്യങ്ങൾ പറഞ്ഞാലോ? സ്തോത്രം. അതുകൊണ്ട് തന്നെയാണ് നിത്യതയെക്കുറിച്ച് ഒത്തിരി ഒന്നും ബൈബിളിൽ ഇല്ലാത്തത്. എന്നാൽ ഒരിത്തിരി തന്നിരിക്കുന്നതോ നിത്യത ഉണ്ടെന്ന്. സ്തോത്രം. അങ്ങനെയൊന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കുവാൻ അത്യാവശ്യമായ കാര്യങ്ങൾ മാത്രമാണ് ദൈവം നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നത്. സ്തോത്രം. കൂടെ ഉണ്ടല്ലോ? നിത്യത നമുക്ക് അവസാനിക്കാത്ത യുഗങ്ങൾ ദൈവത്തോടുകൂടെ ജീവിക്കേണ്ട ഒരു വലിയ ദൈർഘ്യമേറിയ
വസ്തുതയാണ്. എന്നിട്ടും അവിടെ ഒത്തിരി കാര്യങ്ങൾ ഉണ്ടായിരുന്നിട്ടും നമുക്ക് തിരുവെഴുത്തിൽ വെളിപ്പെട്ടിരിക്കുന്നത് ഒരു ശകലം, ഇത്തിരി മാത്രമേ ഉള്ളൂ. ഇത്തിരി മാത്രമേ ഉള്ളൂ. കാരണം എന്താ? കാരണം ഈ ഭൂമിയിലെ ഇപ്പോഴത്തെ കാര്യങ്ങൾ പോലും പറഞ്ഞാൽ നമുക്ക് വേണ്ടതുപോലെ വിശ്വസിക്കാനോ ഗ്രഹിക്കാനോ കഴിയുന്നില്ല. അപ്പോൾ പിന്നെ ആ നിത്യതയിലെ കാര്യങ്ങളൊക്കെ കൂടെ പറഞ്ഞാൽ നമ്മളാകെ കൂടെ മനസ്സിലാക്കാൻ കഴിയാത്തവരായി കുഴഞ്ഞു പോകും. എന്നാ പിന്നെ ഒരല്പം വെളിപ്പെടുത്തിയിരിക്കുന്നത് എന്തിനാ? നിത്യത ഉണ്ടെന്ന് നമുക്ക് സംശയലേശമന്യേ, ഓക്കെ, നിത്യത എന്ന് ഒന്നുണ്ടെന്ന് സംശയലേശമന്യേ നമുക്ക് ഗ്രഹിക്കുവാനും വിശ്വസിക്കുവാനും മനസ്സിലാക്കുവാനും പര്യാപ്തമായ നിലയിൽ മാത്രമാണ്. മനസ്സിലായോ? ആവർത്തിക്കണോ? നിത്യതയെക്കുറിച്ച് അല്പമേ നമുക്ക് പരാമർശമുള്ളൂ. കാരണം സാധാരണ ജഡത്തിൽ വസിക്കുന്ന നമുക്ക് നിത്യതയെക്കുറിച്ചുള്ള പൂർണ്ണ വെളിപ്പാട് പ്രാപിക്കുക അസാധ്യം. എന്നാൽ ഒരല്പം കർത്താവ് വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? നിത്യത ഉണ്ടെന്ന് വിശ്വസിക്കുവാൻ അത്യാവശ്യമായത് കർത്താവ് തന്നിരിക്കുന്നു. അത് നിമിത്തം അങ്ങനെയൊന്നുണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാം. ഒന്ന് യോഹന്നാൻ 3:2 1 John 3:2. നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, പ്രിയമുള്ളവരെ, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. മതി അവൻ മതി മതി. നമ്മൾ ഇപ്പൊ ദൈവമക്കളാ. നമ്മൾ ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായിട്ടില്ല. സ്തോത്രം. യോഹന്നാൻ അപ്പോസ്തലൻ പറയുക, നമ്മുടെ ഭാവിയെ സംബന്ധിച്ച് നമ്മൾ എന്തായിത്തീരുമെന്ന് പൂർണ്ണമായ അറിവ് നമുക്ക് ഇല്ല. സ്തോത്രം. ഇപ്പം നമുക്കുള്ള അറിവ് എങ്ങനെ മാത്രമുള്ളതാണ്? ഒന്ന് കൊരിന്ത്യർ 13:9, 1 Corinthians 13:9. അംശമായി മാത്രം നാം അറിയുന്നു. അംശമായി മാത്രം നാം അറിയുന്നു, അംശമായി മാത്രം പ്രവചിക്കുന്നു. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. പൂർണ്ണമായത് വരുമ്പോഴോ അംശമായത് നീങ്ങിപ്പോകും. യെസ്, ഇറ്റ് ഈസ് എ പാർഷ്യൽ നോളജ്. സ്തോത്രം. വേഴ്സ് 12, 12 കൂടെ. ഇപ്പോൾ നാം കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു, അപ്പോൾ മുഖാമുഖമായി കാണും. ഇപ്പോൾ ഞാൻ അംശമായി അറിയുന്നു, അപ്പോഴോ ഞാൻ അറിയപ്പെട്ടതുപോലെ തന്നെ കണ്ടോ? സ്തോത്രം. ഇപ്പോൾ നമ്മൾ കണ്ണാടിയിൽ കടമൊഴിയായി കാണുന്നു. ഒരു കണ്ണാടി എടുത്ത്, ഒരു മിറർ എടുത്ത് നോക്കിയാൽ, നമ്മുടെയൊക്കെ വണ്ടികളുടെ മിറർ, നമ്മൾ അതിൽ കാണുന്നതേ ഉള്ളൂ. യഥാർത്ഥ വണ്ടിയുടെ വലിപ്പമോ അതിൻ്റെ വേഗതയോ
നമ്മിൽ നിന്നും എത്രയും ദൂരെയാണെന്നുള്ളത് ഒന്നും കൃത്യമായിട്ട് അറിയത്തില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അതിനെക്കുറിച്ച് പഴയ നിയമ പ്രവാചകൻ പറഞ്ഞത് യെശയ്യാ 64:4, ഐശയ്യാ 64:4, what the Old Testament prophets said about this same fact. നീയല്ലാതെ ഒരു ദൈവം തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നത് പണ്ട് മുതൽ ആരും കേട്ടിട്ടില്ല, ഗ്രഹിച്ചിട്ടില്ല, കണ്ണുകൊണ്ട് കണ്ടിട്ടുമില്ല. സ്തോത്രം. നമുക്ക് വലിയ പിടുത്തം കിട്ടത്തില്ല. പൗലോസ് അതിനെ സ്വതന്ത്രമായിട്ടൊന്ന് പരിഭാഷപ്പെടുത്തി തന്നിട്ടുണ്ട്. അറിയാമല്ലോ, ദൈവം തന്നെ സ്നേഹിക്കുന്നവർ. 1 കൊരിന്ത്യർ 2:9 1 Corinthians 2:9. ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കിയിട്ടുള്ളത് കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല എന്ന് എഴുതിയിരിക്കും. കണ്ടോ? ക്വയറ്റ് മിസ്റ്റീരിയസ്. ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു മനുഷ്യന്റെയും കണ്ണ് കണ്ടിട്ടില്ല, ചെവി കേട്ടിട്ടില്ല, ഹൃദയത്തിൽ, ചിന്തയിൽ, ഭാവനയിൽ പോലും സംഭവിച്ചിട്ടുമില്ല. സ്തോത്രം. ക്വയറ്റ് ന്യൂ, ക്വയറ്റ് സീക്രട്ട്, തികച്ചും രഹസ്യമായ. പക്ഷേ 10-ാം വാക്യം വായിച്ചാട്ടെ. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. നമുക്കോ ദൈവം തന്റെ ആത്മാവിനാൽ വെളിപ്പെടുത്തിയിരിക്കുന്നു. സ്തോത്രം. From the very beginning of creation, there were so many things hidden in him. But now the Lord God has revealed them to us through or by his Spirit. ആരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല, മനസ്സിൽ പോലും വന്നിട്ടുമില്ല. സ്തോത്രം. നമുക്കൊരു പിടുത്തമില്ല. പക്ഷേ ദൈവം നമുക്കത് പരിശുദ്ധാത്മാവിനാൽ വെളിപ്പെടുത്തി തന്നിരിക്കുന്നു. ആ നിത്യതയെക്കുറിച്ചുള്ള കാഴ്ചപ്പാട്, വെളിപ്പാട് അംശമായി മാത്രമാണ്. ഇറ്റ് ഈസ് പാർഷ്യൽ. സ്തോത്രം. അപ്പം വരുവാനുള്ള നിത്യതയെക്കുറിച്ച് അല്പകാര്യങ്ങൾ മാത്രമേ ഉള്ളൂ. കൂടുതൽ പറയാത്തത് നമുക്കത് ഗ്രഹിക്കാൻ കഴിയില്ല എന്നതുകൊണ്ടാണ്. പിന്നെ അല്പം പറഞ്ഞിട്ടുള്ളത് ക്രിസ്തീയ പ്രത്യാശയുടെ അനുഭവം നമുക്കുണ്ടാകേണ്ടതിനും ഇങ്ങനെ ഒരു നിത്യത ഉണ്ടെന്ന് അടിസ്ഥാനപരമായി നാം വിശ്വസിക്കേണ്ടതിനുമാണ്. അത് കർത്താവ് തന്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് വെളിപ്പെടുത്തി തരുന്നു. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ ചോദ്യം വല്ലതും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് 21-ാം അധ്യായത്തിന്റെ ഉള്ളിലേക്ക് നോക്കാം. നമ്മൾ ഇതിനോടകം കണ്ടു കഴിഞ്ഞ കാര്യമാണ്.
ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും മാറിപ്പോയി, നീങ്ങിപ്പോയി. സ്തോത്രം. ഇപ്പോഴുള്ള ആകാശവും ഭൂമിയും നീങ്ങിപ്പോയി. എന്തുകൊണ്ടാണ് അത് നീങ്ങിയത്, അല്ലെങ്കിൽ കർത്താവ് നീക്കിയത് എന്ന് നമ്മൾ കണ്ടു. ഓർമ്മ ഉണ്ടല്ലോ, മനുഷ്യന്റെ പാപം. കുറെ കാര്യങ്ങൾ ഞാൻ അന്ന് വിശദീകരിച്ചിരുന്നു. ആദ്യത്തെ നീതിമാന്റെ രക്തം വീണ് കുതിർന്ന ഭൂമി, അങ്ങനെ ഇങ്ങോട്ടുള്ള കാര്യങ്ങൾ. സ്തോത്രം. അപ്പൊ അങ്ങനെ പാപപങ്കിലമായി തീർന്ന അനീതിയുള്ള അശുദ്ധിയുള്ള ഭൂമിയെ നീക്കുന്നു. അതിനു മുമ്പ് അതിനെ അശുദ്ധമാക്കിയ സാത്താൻ ഉൾപ്പെടെ ഉള്ളവരെ ശിക്ഷ വിധിച്ച് നരകപ്പൊയ്കയിൽ തള്ളുന്നു. അങ്ങനെ അവയ്ക്കെല്ലാം നമ്മൾ 1 കൊരിന്ത്യർ 15-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത് പോലെ അവകൾക്കെല്ലാം നീക്കം വരുത്തിയിട്ട് യേശുക്രിസ്തു എന്ത് ചെയ്യുമെന്ന് പറഞ്ഞിരിക്കുന്നത്? രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. സ്തോത്രം. 1 കൊരിന്ത്യർ 15-ാമത്തെ അധ്യായത്തിന്റെ 27-ഉം 28-ഉം വാക്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. സ്തോത്രം. രാജ്യം പിതാവായ ദൈവത്തെ ഏൽപ്പിക്കും. എന്നിട്ട് പുത്രൻ താനും പിതാവിന് കീഴ്പ്പെട്ടിരിക്കുമെന്ന് നാം അവിടെ കാണുന്നു. അപ്പോൾ ഈ പഴയ അല്ലെങ്കിൽ ഇപ്പോഴുള്ള ആകാശത്തെയും ഭൂമിയെയും കർത്താവ് നീക്കിക്കളയുന്നത് ഇത് പാപത്തിന് അടിപ്പെട്ടു, ദ്രവത്വത്തിന് വിധേയപ്പെട്ടു എന്നുള്ളതുകൊണ്ട്. സ്തോത്രം. എന്നിട്ട് പാപമില്ലാത്ത, പിശാചില്ലാത്ത, ദുഷ്ടന്മാരില്ലാത്ത, അനുസരണക്കേടില്ലാത്ത, മത്സരമില്ലാത്ത ഒരു ലോകം പുതുതായി സൃഷ്ടി ചെയ്യുന്നു. സ്തോത്രം. എബ്രായ ലേഖനം Hebrews chapter 1. Ten, 11 and 12. എബ്രായർ 1-ന്റെ 10, 11, 12. കർത്താവേ, നീ പൂർവ്വകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും. ഉടുപ്പ് പോലെ നീ അവയെ ചുരുട്ടും. വസ്ത്രം പോലെ അവ മാറിപ്പോകും. നീയോ അനന്യൻ, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുമില്ല എന്നും പറയുന്നു. സ്തോത്രം. നമുക്കറിയാം ആരെക്കുറിച്ചാണ് പറയുന്നത്. പുത്രനോട് പിതാവ് പറയുന്ന കാര്യ. സ്തോത്രം. എന്നാൽ അവിടെ നമ്മൾ കാണുന്നു, കർത്താവേ, നീ പൂർവകാലത്ത് ഭൂമിക്ക് അടിസ്ഥാനമിട്ടു. ആകാശവും നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു. അപ്പൊ ഇവ രണ്ടും സൃഷ്ടിക്കപ്പെട്ടത് എന്നർത്ഥം. അവയെല്ലാം നശിക്കും, നീയോ നിലനിൽക്കും. സ്തോത്രം. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും. വസ്ത്രം പോലെ അവ പഴകിപ്പോകും. നീയോ അനന്യൻ. ദൈവത്തോട് പറയാ, നീയോ അനന്യൻ, ഇമ്മൂവബിൾ, അൺചേഞ്ചബിൾ, അനന്യൻ.
എന്നിട്ട് പറയാണ്, നിന്റെ സംവത്സരങ്ങൾ അവസാനിക്കുകയുമില്ല. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? അപ്പോൾ ദൈവം പണ്ടേ പറഞ്ഞതാണ്, ഇവയെല്ലാം മാറിപ്പോകും. എബ്രായർ 10-ാം അധ്യായത്തിൽ നിന്ന് നമ്മൾ നേരത്തെ വായിച്ചിട്ടുള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. സ്തോത്രം. അതാണ് 21-ാം അധ്യായത്തിൽ ആദ്യത്തെ വാക്യത്തിൽ കാണുന്നത്. 1-ാമത്തെ ആകാശവും 1-ാമത്തെ ഭൂമിയും കഴിഞ്ഞുപോയി. അവ മാറി ഒഴിഞ്ഞുപോയി. ഇവയുടെ സൃഷ്ടി തന്നെ മാറ്റത്തിന് വിധേയപ്പെടും അളവിലായിരുന്നു. സ്തോത്രം. അത് മാറുന്നു. എന്നിട്ട് നാം കാണുന്നു, ഇനിയും സമുദ്രവും ഒന്നും ഇല്ല. സമുദ്രവും ഇല്ല. നാം 2 പത്രോസ് 3-ാം അധ്യായത്തിൽ നിന്ന് ഈ കാര്യങ്ങളൊക്കെ നേരത്തെ പഠിച്ചിട്ടും കൂടെ ഉള്ളത് കൊണ്ട് ആവർത്തിക്കുന്നില്ല. പിന്നെ ഉള്ളതാണ് പുതിയ ആകാശവും പുതിയ ഭൂമിയും. സ്തോത്രം. പുതിയ ആകാശവും പുതിയ ഭൂമിയും. പുതുവാന ഭൂമികൾ. ഈ പുതുവാന ഭൂമിയിലാണ് പുതിയ യെരൂശലേം. ചിലർ കരുതുന്നത്, some people think that New Jerusalem will be a satellite city hanging over the literal Jerusalem. ചിലരുടെയൊക്കെ ചിന്ത, പുതിയ യെരൂശലേം എന്നത് പുതിയ ഭൂമിയിൽ, പുതിയ ആകാശത്തിനും പുതിയ ഭൂമിക്കും ഇടയിൽ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഒരു പട്ടണമാണെന്ന് ചിലരങ്ങനെ ചിന്തിക്കുന്നു. A satellite city hanging over Jerusalem. It's an opinion, that's all. ചിലരുടെ അഭിപ്രായമാണ്. ഇപ്പോൾ നമ്മിവിടെ കാണുന്നത് പുതിയ യെരൂശലേം ഇറങ്ങി വരുന്നു. അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത്, സ്തോത്രം, 3-ാമത്തെ വാക്യമാണ്. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. പ്രൈസ് ഗോഡ്. ഇതാ മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. സ്തോത്രം. This is the long desire of the heart of God. സ്രഷ്ടാവായ ദൈവഹൃദയത്തിന്റെ എക്കാലത്തെയും അഭിലാഷമാണ്, ആഗ്രഹമാണിത്. സ്തോത്രം. എന്തേ? മനുഷ്യരോട് കൂടെ ദൈവം വസിക്കുക എന്നുള്ളത്. സ്തോത്രം. ക്രിസ്തീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. സ്തോത്രം. ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. മനുഷ്യരോട് കൂടെ ദൈവത്തിന്റെ കൂടാരം. ഒന്ന് ഭാവന കണ്ടു നോക്കിക്കേ. സ്തോത്രം.
നാം അത് മനസ്സിലാക്കിയാൽ നമ്മുടെ ജീവിതം അടിമുടി മാറും കേട്ടോ. സ്തോത്രം. അടിമുടി മാറും. ദൈവം ഏറ്റവും അധികം മനുഷ്യനെ സൃഷ്ടിച്ചപ്പോൾ ആഗ്രഹിച്ചതും ഇതായിരുന്നു. നമുക്ക് ഓർമ്മ കാണുമല്ലോ, ദ പർപ്പസ് ഓഫ് ഗാഡ്സ് ക്രിയേഷൻ, ദൈവ സൃഷ്ടിയുടെ ഉദ്ദേശത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ദൈവത്തോടുള്ള കൂട്ടായ്മ. അതെ. ഫോർ ഫെലോഷിപ്പ് ആൻഡ് ഫോർ പാർട്ട്ണർഷിപ്പ് God made man. സ്തോത്രം. ദൈവത്തോടുള്ള കൂട്ടായ്മയ്ക്കും കൂട്ടവകാശത്തിനും വേണ്ടിയാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. ദൈവം അന്ന് ഏദനിൽ എല്ലാ ദിവസവും വരുമായിരുന്നു മനുഷ്യനെ കാണാൻ, മനുഷ്യനോടൊപ്പം സമയം ചെലവഴിക്കാൻ. ഈ സ്വർഗസ്ഥനായ ദൈവത്തിന് എന്തോ ആവശ്യമായിരുന്നു ഇതിനൊക്കെ? യാതൊരു ആവശ്യങ്ങളും ഇല്ലാതിരുന്നു. സ്തോത്രം. എന്നിട്ടും ദൈവത്തിനങ്ങ് പ്രസാദമായി, God is well pleased to dwell among us, നമ്മുടെ മധ്യേ വസിപ്പാൻ. സ്തോത്രം. കൂട്ടായ്മ ആചരിപ്പാൻ. നാം ഈ വിഷയത്തിന് പ്രാധാന്യം നൽകണം. ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ ആവർത്തിച്ചു പറയുന്നു, ഭൗമികമായ വസ്തുക്കൾക്കല്ല, സ്വർഗത്തിലെ ആഡംബരത്തിനു പോലുമല്ല നാം പ്രാധാന്യം നൽകേണ്ടത്, ദൈവത്തോടൊപ്പമുള്ള കൂട്ടായ്മയ്ക്ക്. സ്തോത്രം. വിശദീകരണം കൂടുതൽ വേണ്ടല്ലോ. ഇതാ മനുഷ്യരോടുകൂടെ ദൈവത്തിന്റെ കൂടാരം, അവൻ അവരോട് കൂടെ വസിക്കും, അവർ അവന്റെ ജനമായിരിക്കും, ദൈവം താൻ അവരുടെ ദൈവമായി അവരോട് കൂടെ ഇരിക്കും. സ്തോത്രം. നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും അധികം പ്രാധാന്യം നൽകേണ്ടത് ഇതിനാണ്. ഇവിടെ ആയാലും അവിടെ ചെന്നായാലും ഇതിനേക്കാൾ വലുതായിട്ട് വേറെ ഒന്നില്ല. സ്തോത്രം. ഇത്രയും കാര്യങ്ങളിൽ എന്തെങ്കിലും സംശയമുണ്ടോ? ഇല്ല. സ്തോത്രം. എങ്കിൽ ബാക്കി ഭാഗം നമുക്ക് കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ ചിന്തിക്കാം. പാപപങ്കിലമായ ഈ പ്രപഞ്ചത്തിൽ ദൈവം മാറ്റങ്ങൾ വരുത്തി തൻ്റെ ഏകജാതനായ പുത്രൻ മുഖാന്തരം വീണ്ടെടുത്ത വിശുദ്ധ ജനത്തെ, സ്തോത്രം, തന്നോടൊപ്പം ഇരുത്തുവാൻ നമ്മുടെ കർത്താവ് വേഗത്തിൽ മേഘങ്ങളിൽ വരുന്നു. നമുക്കതിനായിട്ട് ഒരുങ്ങാം. നമുക്ക് സമർപ്പിക്കാം. ദൈവത്തോട് കൂടെയുള്ള കൂട്ടായ്മ നമ്മുടെ ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം.